എന്താ മോളെ? എന്താ ബാഗൊക്കെ ആയിട്ട്? ആ മുറിയില് എന്തേലും പ്രശ്നമുണ്ടോ? ഞാൻ പോകുവാ മമ്മി. പോവിയേ? എന്തിന്? എന്നെ ചൊല്ലി ഈ വീട്ടിലൊരു വഴക്ക് വേണ്ട. ഞാൻ പോയേക്കാം. എങ്ങോട്ട്? എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടാ നീ പോകുന്നതെന്ന്? മോളുടെ കാര്യം തന്നെയാ ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ദേ ഇങ്ങോട്ട് നോക്കേ. ഞങ്ങൾ നിന്റെ ആരാ? ആരാന്ന് പറ. എന്റെ പപ്പയും മമ്മി. ആണല്ലോ. ഈ പപ്പയും മമ്മിയും ഉള്ള വീട്ടിൽ നിന്ന് മോൾ എവിടേക്ക് പോകാൻ? എവിടെ പോകാന്? മമ്മിയാണ് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അതെവിടേക്കും പറഞ്ഞേക്കാൻ വേണ്ടിട്ടല്ല. പ്രതിഭേച്ചിക്കും ഭാവനേച്ചിക്കും ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല പപ്പ. മോളെ, മമ്മിക്ക് ഇഷ്ടമാ, പപ്പയ്ക്കും ഇഷ്ടമാ. സിദ്ധുവിനാണെങ്കി നീ എന്ന് വെച്ച ജീവനാ. അതുപോരെ? എന്നാലും മമ്മി, ഞാൻ കാരണം ഈ വീട്ടിലൊരു വഴക്കുണ്ടാവുമ്പോ. നീ കാരണമല്ല വഴക്കുണ്ടായത്. വഴക്കിടുന്നവരുടെ മനസ്സിലെ കുശുമ്പ് കാരണമാ. അതൊരു തരം അസുഖ. അതൊക്കെ നമുക്ക് ചികിത്സിച്ച് മാറ്റാം. നോക്കുമോളെ, നിന്നെ എങ്ങനെയും ഇവിടുന്ന് പുറത്താക്കാന് ഭാവന നോക്കുന്നത്. മോൾ ഇവിടുന്ന് ബാഗും എടുത്തിറങ്ങിയ അവര് ജയിക്കില്ലേ? അപ്പോ തോക്കുന്നതാരാ? തോക്കുന്നതേ ഈ പപ്പയും മമ്മിയും അല്ലേ? ഞങ്ങളെ തോൽപ്പിക്കണോ? വേണോ? വേണോ മോളെ? വേണ്ട. നീ ആദ്യം ബാഗ് കൊണ്ട് ഈ മുറിയിൽ വെക്ക. വാ മോളെ. എന്താ? ഞാനൊരു കാര്യം പറഞ്ഞ എന്നെ വഴക്ക് പറയൂ പപ്പ? പറ. ഞാൻ ഈ വീട്ടിലെ ജോലിയെല്ലാം ചെയ്തോളാം. ആഹാരം ഉണ്ടാക്കാനും പുറം ജോലികളെല്ലാം എനിക്കറിയാം. ഒരു പരാതിയും പറയില്ല. അപ്പോ ഭാവനേച്ചി വഴക്കുണ്ടാക്കില്ലല്ലോ. അപ്പൊ താര ചെയ്തിരുന്ന എല്ലാ ജോലിയും നീ ചെയ്യും അല്ലേ? ഞാനിവളെ ഒരു വീട്ടുജോലിക്കും വിടുന്നില്ല. മോളെ, പപ്പയുടെയും മമ്മിയുടെയും കുട്ടിയായിട്ട് സന്തോഷത്തോടെ ജീവിക്കണം. തുടർന്ന് പഠിക്കണം. നല്ല നിലയിലെത്തണം. നന്നായിട്ട് ജീവിക്കണം. മോളുടെ അച്ഛന്റെ അമ്മയുടെ ആത്മാവ് അത് കണ്ട് സന്തോഷിക്കണ്ടേ? വേണ്ടേ? ചെല്ല്. ഇങ്ങനെ എല്ലാരും കൊഞ്ചിക്കാൻ പൂജ ആരാ ചേച്ചി? അത് നമുക്ക് കണ്ടുപിടിക്കാം. വലിയ പാരമ്പര്യവും മഹത്വം ഒക്കെ പറയുന്ന വലിയ വീടുകളിലൊക്കെ കാണും പുറത്തറിയാൻ വയ്യാത്ത ചില അണിയറ കഥകൾ. അങ്ങനെ എന്തെങ്കിലും കഥയുടെ ബാക്കിയാണ് ഈ പെണ്ണെങ്കിൽ സൊണാലി തറവാടിന്റെ സോഷ്യൽ സ്റ്റാറ്റസ് വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കും ഞാൻ. ഇവളെ ഇങ്ങനെ ഇവിടുന്ന് പുറത്താക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. അവളുടെ മനസമാധാനം പോണം. അവൾ അങ്ങനെ ഇട്ടിട്ട് പോണം. ഇവളുടെ തള്ള ഒരിക്കലും ഇട്ടിട്ട് പോയതാ. അതുപോലെ ഇവളും പോവും. അല്ലെങ്കിലേ ഞാൻ പറഞ്ഞു വിടും. ഭാവനേ. ഓ, ഇവര് കുടുംബക്ഷേത്രത്തിൽ പോവാന്നും പറഞ്ഞിറങ്ങിട്ടേ ആ പെണ്ണുമ്പിള്ള വന്നിട്ടൊന്നും പറഞ്ഞില്ലല്ലോടി. സാധാരണ പപ്പയും മമ്മിയും ഈ പെണ്ണുമ്പിള്ളെ കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് പോയാലേ എന്തേലും ഒരു കുരുക്കൊപ്പിക്കാനായിരിക്കും. ഒന്നുകിൽ കല്യാണ തീയതി ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ എന്തോ പൂജയുടെ ഹോമത്തിന്റെയും കാര്യമൊക്കെ അവിടെ നടത്തൂന്ന് പറയുന്നുണ്ടായിരുന്നു. ആണോ? പക്ഷേ ഇവര് നമ്മളോടൊന്നും പറയാത്തത് എന്താ? നമ്മളോട് പറയൂടി, എല്ലാം രഹസ്യമല്ലേ. ജോൽസിനെ എന്തോ കാണാൻ പോയതാണെന്നാ എനിക്ക് തോന്നുന്നത്. താര
ആര്യയോട് സുജാത കുഞ്ഞമ്മ പറയുന്നത് പോലെ തോന്നി. ഭാവനേ, വരുന്നുണ്ടടി സുജാത ന്യൂസ് ചാനൽ. അതെ, ഡിന്നർ സ്പെഷ്യൽ ഊട്ടാനേ ഇവിടെ പണിക്കാരൊന്നുമില്ല. ഉണ്ടായിരുന്ന താരെ രണ്ടുപേരും കൂടെ അങ്ങ് പറഞ്ഞു വിട്ടില്ലേ. കഷ്ടപ്പെട്ട് ഞാൻ ചപ്പാത്തിയും ഫിഷ് കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് രണ്ടുപേരും കൂടി കഴിച്ചിട്ട് മാറിയാലേ എനിക്ക് ആ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് കിച്ചൺ അങ്ങ് അടയ്ക്കായിരുന്നു. ഹോ, ഒന്നുറങ്ങിയിട്ട് 2 ദിവസമായി. വഴിപാടും പൂജയും നട്ടോട്ട് ഓടുമായിരുന്നു. ഹോ, എന്നത്തേക്ക് തീയതി ഉറപ്പിച്ചേക്കുന്നേ? തീയതി മുഹൂർത്തം ഒക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനിയേ കൽത്തോട്ടത്തുകാരുടെ അഭിപ്രായം കൂടി അറിഞ്ഞാ പപ്പയും മമ്മയും കൂടി അറിയിക്കേണ്ടവരെ ഒക്കെ അറിയിച്ചോളൂ. അറിയിക്കേണ്ടവരെ അറിയിക്കും. ആ ലിസ്റ്റില് ഞങ്ങളൊക്കെ ഉണ്ടോ? അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കേണ്ട സമയത്ത് അറിയിക്കും. ആ കണിയാരെ കണ്ടപ്പോ പറഞ്ഞെന്തോന്നറിയാവോ? അപർണ മോളുടെയും സിദ്ധുമോന്റെയും ജാതക ചർച്ചയെ 10ൽ 10 ഓത്തക്കും മേലെയാ. ആ, അങ്ങനെ 10ൽ 10 പറഞ്ഞവരൊക്കെ കോടതി വരാന്തേലും നിരങ്ങുന്നതും കണ്ടിട്ടുണ്ട്. എടി കൊച്ചെ, അതൊക്കെ അതുങ്ങളുടെ കയ്യിലിരിപ്പുണ്ടാ. ഈ മുന്നൂന്റെയും സിദ്ധുവിന്റെയും ജാതക പൊരുത്തം കണ്ടപ്പോഴേ കണിയാരത് അപ്പോഴേ മടക്കി. വേണ്ടാന്ന് വെച്ചാ വേണ്ട, പക്ഷെ മുടങ്ങാനുള്ളത് മുടങ്ങി. അത് ദൈവം മുടക്കിയതാ. അതെന്റെ സിദ്ധുമോന്റെ ദൈവാധീനമാന്നേ. ദൈവാനുഗ്രഹേ അവനല്ല ഇവക്ക. ഈ സിദ്ധുവിന്റെ കൂടെ എങ്ങനെ ജീവിക്കേണ്ടി വന്നിരുന്നെങ്കിലേ വല്ലവളുമാരുടെയും കൊച്ചിനെ ഇപ്പൊ ഇവള് വളർത്തേണ്ടി വന്നേനെ. ആ എടി കൊച്ചെങ്കി വന്നേ. എടി മോളെ, നീ ഇപ്പൊ പറഞ്ഞില്ലായോ, ഇതുപോലെ തന്നെ സിദ്ധുമോന്റെ മുമ്പ് പോയി പറയണം കേട്ടോ. അതോടെ തന്നെ ഈ കുടുംബത്തില് നിന്റെ വഴിപാട് റെസീറ്റ് അങ്ങ് തീരും. നിങ്ങളുടെ വഴിപാട് കൊണ്ടൊന്നും തീരുന്നതല്ല എന്റെ ശിവയുടെ ജീവിതം, കേട്ടല്ലോ. നിന്റെ ശിവേട്ടനുമായിട്ടുള്ള കല്യാണത്തിനെ ഞാനും കൂടെ പോയാ പൊരുത്തം നോക്കിയത്. ആ ജാതകവും കണിയാരപ്പൊ തന്നെ അങ്ങ് മടക്കി. സ്വയം നശിക്കൊന്നും ചെന്ന് കയറുന്നിടം നശിപ്പിക്കൊന്നും വേണ്ടാന്നും പറഞ്ഞു. പപ്പയും മമ്മയും നിർബന്ധിച്ചിട്ടാ. അതാ ഇവിടെ ഉള്ളവർ അനുഭവിക്കുന്നത്. ഓ, ഈ പെണ്ണുമ്പുളി എടുത്ത് കിണറ്റിലിടുക വേണ്ടത്. മോശം വന്നോളൂ ഓരോന്ന് പറഞ്ഞോണ്ട്. എടാ, ഇങ്ങ് നോക്കി, വന്നേ. സോനാലിന്ന് വണ്ടി. എടാ, എല്ലാവരും ഉണ്ടടാ. ദേ പ്രതിഭയുണ്ട്. ഈശ്വര, എല്ലാവരും കൂടെ വന്നിട്ട് നീ കല്യാണം മുടക്കാനാണ് ഇനി? മുടക്കാനൊന്നല്ല, അവളും കൂടെ വന്നിട്ടുണ്ട്, നടത്താനായിരിക്കും. വരുന്നു, വാ വാ വാ. അയ്യോ, ഒന്ന് വിളിച്ചു പറഞ്ഞില്ലല്ലോ വരുന്ന കാര്യം. ഞാൻ ആമയെ വിളിച്ചു, ഫോൺ എടുക്കുന്നേ. ആമി വെളുപ്പിനെ പോയത് ഏതോ കണിയാരെ കാണുന്നു പറഞ്ഞു. വാ 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 വാ, കേറി വാ മോളെ, വാ വാ. ആമയെ തിരുനെല്ലിക്ക് പോവെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി പോവായിരുന്നു. അയ്യോ, അതിന് നേരത്തെ ഇവിടെ ആരറിഞ്ഞ്? ആമി പെട്ടെന്നൊരു തീരുമാനം എടുക്കും, പെട്ടെന്ന് അങ്ങ് പോകും. എവിടെ പോയാലും അങ്ങനെ തന്നെയാ. അല്ല, സിദ്ധുവിന്റെ അമ്മ എന്തിനാ പോകുന്ന തിരുനെല്ലിക്ക്? കാര്യമുണ്ട്, അത് സംസാരിക്കാൻ കൂടിയാ ഞാനിപ്പോ വന്നത്. എന്തുവാ? എല്ലാരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാ. ഇവരുടെ എൻഗേജ്മെന്റ് നടന്ന ദിവസം ഇവിടെ ചില അനർത്ഥങ്ങളൊക്കെ ഉണ്ടായില്ലേ? എന്റെ മമ്മി, ഈ അപ്പു ബാലുവിനെ കണ്ട കാര്യമാണോ നമ്മളിപ്പോ പറയുന്നത്? അതൊക്കെ ചുമ്മാ അവളുടെ ഒരു ഇല്യൂഷൻ ആയിരുന്നില്ലേ, വെറും തോന്നല്. എടാ, അത് തോന്നിയതൊന്നുമല്ല, ഞാൻ ശരിക്കും കണ്ടതാ. എടാ സിദ്ധുവേ, നിന്റെ വുഡ്ബിയുടെ ഓരോ അന്ധവിശ്വാസങ്ങൾ കേട്ടോ നീ?
മരിച്ചുപോയ ആൾ അവളെ നേരിട്ട് കണ്ടെന്ന്. ദേ ആദ്യം കണ്ടിരിക്കുന്ന ആളാണ് ദോ ഇരിക്കുന്നത്, ഈ മാമൻ. ഇപ്പൊ ദേ ഇവിടെയാ ദർശനം കൊടുത്തിരിക്കുന്നത്. അപ്പൊ രണ്ടാം സാക്ഷി. അങ്ങനെ കളിയാക്കണ്ട ശരത്തെ. തോന്നലായിരിക്കും, ശരിയാണ്. പക്ഷേ അതിനൊരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. കുട്ടികളുടെ മോതിരം മാറുന്ന ദിവസം തന്നെ ആത്മാവിനെ കണ്ടു എന്ന് പറഞ്ഞ നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന കാര്യമല്ലല്ലോ. അല്ല, ഈ ജോൽസിന് എന്ത് പറഞ്ഞു എന്നാ പറഞ്ഞ്? കല്യാണം നടത്താൻ പാടില്ലെന്നോ മറ്റോ പറഞ്ഞോ? ഏയ്, പക്ഷേ തടസ്സങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. നിന്റെ കല്യാണത്തിന് തടസ്സങ്ങളുണ്ടാവുന്ന മമ്മി പറഞ്ഞു. എനിക്ക് രക്ഷപ്പെട്ടു. എന്താ പറഞ്ഞ? ഒന്നുമില്ല. കൺമുൻപിൽ ചില അനർത്ഥങ്ങൾ കാണുമ്പോ വിശ്വസിക്കാതിരിക്കുന്നത് എങ്ങനെയാ? പരിഹാര കർമ്മങ്ങളുണ്ട്, അത് നടത്തിയാ മതി. അക്കാര്യം ആമയോടൊന്ന് പറയാൻ കൂടിയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷെ അതേ കാര്യത്തിന് അമ്മയും പോയിരിക്കണേ. ആണോ? മോൾക്ക് ഇതൊക്കെ കേട്ടിട്ട് സങ്കടമായോ? നമ്മൾ എന്ത് ചെയ്യാനാ മമ്മി? എല്ലാം തീരുമാനിക്കുന്നത് ദൈവമല്ലേ. ഞാനും സിദ്ധുവേട്ടനും ഒരുമിക്കാനാണ് തീരുമാനമെങ്കിൽ ഈ തടസ്സമൊക്കെ അങ്ങ് മാറും. ഈ തടസ്സമൊക്കെ മാറാനുള്ള പരിഹാരക്രിയല്ലേ? ജോത്സ്യർ വല്ല പരിഹാരവും പറഞ്ഞായിരുന്നോ? വിവാഹത്തിന് തൊട്ടു മുമ്പ് ചെറുക്കനെയും പെണ്ണിനെയും ഒരുമിച്ചിരുത്തി പൂജയും ഹോമവും നടത്തണം. ചെറുക്കന്റെയും പെണ്ണിന്റെയും കുടുംബക്ഷേത്രത്തിൽ തന്നെ പൂജ നടത്തണം. അതിൽ പ്രധാനമായിട്ടും അപർണയുടെ കുടുംബക്ഷേത്രത്തിൽ തന്നെ പൂജയും ഹോമവും നടത്തണമെന്നുള്ളതാ. പെണ്ണിനെയും ചെറുക്കനെയും കൂടി നടയിലിരുത്തി വേണം പൂജ നടത്താൻ. കാരണം ആത്മാക്കൾ പ്രസാദിക്കണമെങ്കിൽ അത് വേണമെന്നാ ജോത്സ്യര് പറഞ്ഞത്. അതൊക്കെ എത്രയും പെട്ടെന്ന് നടത്തണം. പിന്നെ വരുന്ന ഏകാദശിക്ക് മുമ്പ് വിവാഹവും നടത്തണം. അയ്യോ, വരുന്ന ഏകാദശി എന്ന് പറഞ്ഞാ 1.5 മാസം കൂടി ഉള്ളൂ ഇനി. അതെ, അതിനു മുമ്പ് നടന്നില്ലെങ്കിൽ പിന്നെ ഈ വിവാഹം 3 വർഷങ്ങൾക്ക് ശേഷമേ നടക്കുള്ളൂ എന്നാ കണിയാര് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആമീൻ കൂടി വന്നിട്ടേ നമുക്ക് നാളെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാം. ഒരു തീയതി അങ്ങ് ഉറപ്പിക്കാം, അല്ലേ പ്രഭേ? അല്ലെങ്കിൽ ഇതൊന്നും വെച്ച് താമസിപ്പിക്കാതിരിക്കുന്ന നല്ലത്. ദേ ചായ ആറിപ്പോന്ന് കുടിക്ക്. മരുമോൾ ഇട്ടതാ. പിള്ളേർക്ക് എന്തായാലും ഭയങ്കര സന്തോഷാവും. ഹലോ, ഒരു സെക്കൻഡേ. മോനെ, ഞാൻ ഒന്ന് പുറത്തോട്ട് ഇറങ്ങട്ടെ, റേഞ്ച് കുറവാണ്. യോന് നാണം വന്നെന്ന് തോന്നുന്നു. പോകുന്നുണ്ടോ? ഇനിയിപ്പോ മോളുടെ കാര്യത്തിലും കൂടി ഒരു തീരുമാനം ഉണ്ടാക്കണം. പാവം കൊച്ചിന് വിഷമം ഉണ്ടാവും. വിഷമിക്കണ്ടാട്ടാ, എല്ലാം ശരിയാകും. പോയിട്ട് വരാം മോളെ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആമി കൂടി വന്നു കഴിഞ്ഞാ പറഞ്ഞ തീയതി തന്നെ ഉറപ്പിക്കാൻ പറയണം. ഞാനേ ആമിയെ വിളിച്ചോളാം. ശരി മോളെ. അതെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. അതേടി, ഈ വിവരം നമ്മുടെ പപ്പയോടും മമ്മിയോടൊക്കെ പറയണ്ടേ? അത് പിന്നെ മമ്മ വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ സിദ്ധുവിന്റെ മമ്മിയോടും പപ്പയോടും സംസാരിച്ചാ മതി. അല്ല, അവരെങ്ങാനത് റിജക്ട് ചെയ്താലോ? അവര് റിജക്ട് ചെയ്താൽ എന്താ? ഞാനേ സൊണാലിയിലൊന്നും അല്ലല്ലോ. ഞങ്ങള് വേറെ തറവാടല്ലേ. ഇനിയിപ്പൊ ഇവര് സമ്മതിച്ചില്ലേലും നമ്മളങ്ങ് നടത്തും.
ഇല്ലെങ്കിലേ നമ്മൾ ഒളിച്ചോടും. എന്തോ അവിടെ അല്ല ഇപ്പൊ ഡാടാ മതി മതി അതിന് വിട്. ശരി മോളെ പൊക്കോ. ശരി ശരി. ആ പിന്നെ ഒരു കാര്യം മനസ്സിൽ വെച്ചോ, ഒരേ പന്തലിൽ നടക്കണം നമ്മുടേത്. ശരി. ചെന്ന് ഓരോരോ കുരുപ്പൊപ്പിച്ചോണ്ട് വരികയല്ലേ. എന്തെങ്കിലും വഴി കണ്ടോണം. എന്തെങ്കിലും വഴി കാണാം. കയ്യിന്ന് വിടും. പോയിട്ട് വാ കേട്ടോ. ശരി മമ്മി, സൂക്ഷിച്ചു പോണേ കേട്ടോ. സൂക്ഷിച്ചു പോയാൽ മതി. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടോ. ഓ പോയിട്ട് വാ. ബൈ. പിന്നെ വരുന്ന ഏകാദശിക്ക് മുമ്പ് വിവാഹവും നടത്തണം. അതിനു മുമ്പ് നടന്നില്ലെങ്കിൽ പിന്നെ ഈ വിവാഹം 3 വർഷങ്ങൾക്ക് ശേഷമേ നടക്കുള്ളൂ എന്നാ കണിയാര് പറഞ്ഞത്. ആമി കൂടി വന്നു കഴിഞ്ഞാ പറഞ്ഞ തീയതി തന്നെ ഉറപ്പിക്കാൻ പറയണം. ഞാനേ ആമിയെ വിളിച്ചോളാം. മമ്മി, ഈ അപർണേച്ചി സിദ്ധുവേട്ടന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുവാണോ? ആ, അവിടുത്തെ ചീഫ് ഡിസൈനറാ. ഓ, എനിക്ക് ചേച്ചിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആഹാ, നിനക്ക് അപർണയെ അറിയോ? ഞാൻ ഫോട്ടോയിൽ കണ്ടതാ. എനിക്ക് സിദ്ധുവേട്ടൻ കാണിച്ചു തന്നു. ചേച്ചി ഡിസൈനിങ് ഒക്കെ പഠിച്ചാണല്ലേ? ആ, അവള് ഫാഷൻ ഡിസൈനിങ് പഠിച്ചതാ. മിടുക്കിയാ. അത് ശരിയാ. അല്ലെങ്കിൽ സിദ്ധുവേട്ടൻ അങ്ങനെയൊന്നും കൂട്ടുകൂടത്തില്ലല്ലോ. കല്യാണം ഉടനെ ഉണ്ടാവോ മമ്മി? ഉടനെ ഉണ്ട്. നാളെ കൊണ്ട് തീയതിയൊക്കെ അറിയാം. ആണോ? അടിപൊളി. എന്ത് രസമായിരിക്കുമല്ലേ? പിന്നെ നിങ്ങളിങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം കൽത്തോട്ടത്തിലെ മഹത്വം വിളിച്ചു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഈ അപർണ എന്ന് പറഞ്ഞ പെണ്ണേ ആ കുടുംബത്തിലെ ഒന്നും അല്ല. അവളുടെ തള്ളയും തന്തയൊക്കെ ചത്തുപോയതാ. അവളുടെ കുടുംബം എന്ന് പറയാൻ ഏതോ ഓണം കേറാ മൂലയില് വീടോ കുടിയോ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. അതിനെയൊക്കെ തറവാടെന്ന് പറയാൻ പറ്റുമോ? അതിവിടെ ആരും ഒട്ട് കണ്ടിട്ടുമില്ല. അവളുടെ കുടുംബത്തിന്റെ ചരിത്രം അന്വേഷിച്ചു പോയാലേ സൊണാലിക്കാര് നാണം കിടത്തേ ഉള്ളൂ. ഞങ്ങൾ അന്വേഷിച്ചപ്പോ അറിഞ്ഞതേ അവളുടെ കയ്യിൽ നയാ പൈസയുടെ സ്വത്തില്ലെന്നാ. നിങ്ങൾ നോക്കിക്കോ, വല്ല 10ഓ 15ഓ പവന്റെ സ്വർണം കൊടുത്ത് കൽത്തോട്ടത്തിലുകാര് കൈ അങ്ങൊഴിഞ്ഞോളും. ഇതൊക്കെയാ കൽത്തോട്ടത്തിലുകാരുടെ മഹത്വം. അതിനെ നീ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ലടി. നീ അവരുടെ കുടുംബ ചരിത്രം അന്വേഷിക്കുകയും വേണ്ട. പപ്പ പറഞ്ഞിരിക്കുന്നതേ കൽത്തോട്ടത്തിലെ ബിസിനസ്സും സൊണാലിയിലെ ബിസിനസ്സും ഒരു കൊടക്കീഴി കൊണ്ടുവരുന്ന. കൊടയം പിടിച്ചിരുന്നോ? ഞാന് ശിവയെ സമ്മതിച്ചിട്ട് വേണ്ടേ അത്? പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതേ കൽത്തോട്ടത്തിന്ന് നല്ലൊരു ചെക്കനെ ഞങ്ങളുടെ മുന്നൂനും കണ്ടുവച്ചിട്ടുണ്ട്. കൽത്തോട്ടത്തിക്കാരിയല്ലാത്ത നിങ്ങളുടെ മരുമോളെ അതിലിടപെടാതിരുന്നാ മാത്രം മതി, കേട്ടല്ലോ. കൽത്തോട്ടത്തിലെ ഏത് ചെറുക്കനെ കണ്ടുവച്ചു? ശരത്തിനെ ആയിരിക്കും. നടന്നു തന്നെ. അതിന് ഇവള് കൊട പിടിക്കണ്ട. ഈ ഫയലൊക്കെ എവിടെ കൊണ്ടുവച്ചേക്കുവാ?
മമ്മി ഒരു സാധനം വെച്ച സ്ഥലത്ത് കാണത്തില്ല. ഇതാരെ മുറി കയറി ഇതെല്ലാം മമ്മി സിദ്ധുവിനെ ബ്രൂ കോഫിയാ ഏറ്റവും ഇഷ്ടം. അതും നല്ല കടുപ്പത്തിൽ വേണം അവന്. നല്ല ചൂടോടെ വേണം കോഫിപ്പൊടി ഇടാൻ. ഇതൊക്കെ കണ്ടുപിടിച്ചോ മോള്? വാശിക്കാരനാ. മോൾ ഇതൊന്ന് കൈയെടുക്ക. ഓക്കെ മമ്മി. മമ്മി വിളി വന്നു തുടങ്ങി. അവനെ പറഞ്ഞ ടൈമിൽ തന്നെ കിട്ടണം കോഫി. മോളെ ഇതൊക്കെ കണ്ടുപഠിച്ചു വെച്ചോ. മമ്മി ഇല്ലെങ്കിലും ചേട്ടന് ഇതൊക്കെ ഇട്ടു കൊടുക്കണ്ടേ മോൾക്ക്? ഞാനെന്തിനാ ഇടുന്നേ? ഇനിയിപ്പടെ വേറെ ആള് വരുന്നുണ്ടല്ലോ. അത് ശരിയാ, എന്നാലും പഠിച്ചു വെച്ചോ. ദാ. മമ്മി ഇത് കൊണ്ടുപോയി കൊടുക്കട്ടെ. മമ്മി